Hello children, welcome to Kids Area Online. Mathematics exam എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ഈസി ആയിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ? ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. അതിന് മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾക്കായിട്ട് ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് ഒരുങ്ങുന്നുണ്ട്. കിഡ്സ് ഏരിയ ഓൺലൈൻ ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കുട്ടികൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ മുതൽ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാത്ത കുട്ടികളെ മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത ഒത്തിരി കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കായിട്ട് അവരെ എളുപ്പത്തിൽ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട് കേട്ടോ. പാരൻസ് ദയവായി ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇതിൽ അഡ്മിഷൻ എടുപ്പിക്കുക. അവർ നല്ലതുപോലെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും പഠിക്കും. അതിനു പുറമെ മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് നൽകുന്നുണ്ട്. മാത്തമാറ്റിക്സിൽ ചില കുട്ടികൾ കുറച്ച് പുറകിലോട്ടാണ്. അവർക്കായിട്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസും നൽകുന്നുണ്ട്. മറ്റൊരു സന്തോഷ വാർത്ത, 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഈ സബ്ജക്ട്സിൽ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിച്ച് ഒരുക്കി 1ാം ക്ലാസ്സിലേക്ക് വിടുകയാണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ക്ലാസ് മുതൽ അവരുടെ പഠനം എളുപ്പ രീതിയിലാകും. അതിനായിട്ട് അവർക്ക് ബേസിക് ആയിട്ടുള്ള മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 3ാം ക്ലാസ്സിലെ കുട്ടികളും ഇപ്പോൾ ബാക്കിലാണ് അക്ഷരങ്ങൾ എഴുതുന്നതിലും. അതുപോലെ ബേസിക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. LKG, UKG റിവിഷൻ ക്ലാസ് ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ക്രമീകരിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ അത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂൾ കാലയളവിൽ പഠിക്കുന്ന എല്ലാ ഗ്രാമറും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷ് എഴുതാനും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ കുട്ടികൾക്ക് എളുപ്പമായിരിക്കും. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഇപ്പോൾ കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. PKG, LKG, UKG റെഗുലർ ക്ലാസ് നടക്കുന്നു. മെയ് മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. PKG, LKG, UKG റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. എല്ലാവർക്കും മറുപടി നൽകുന്നതാണ്. കുറച്ച് വൈകിയാലും എല്ലാവർക്കും മറുപടി നൽകുന്നതാണ്. STD4 കേരള സ്റ്റേറ്റ് സിലബസ് ആനുവൽ എക്സാം 2023-2024 മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്തമാറ്റിക്സ്. അപ്പോൾ ഇൻസ്ട്രക്ഷനൊക്കെ നിങ്ങൾ വായിച്ചു. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഡിവൈഡ്. വിച്ച് ഓഫ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ആർ ഷെയ്ഡഡ് 1/4 പാർട്ട്? പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ ദ കറക്റ്റ് ബോക്സസ്. ഇതിൽ 1/4ൻ്റെ പിക്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കുക. 1/4ൻ്റെ കറക്റ്റായിട്ടുള്ള പിക്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ടിക്ക് മാർക്ക് ചെയ്യുക. അതായിരുന്നു 1ാമത്തെ ക്വസ്റ്റ്യൻ. കളർ 3/4 പാർട്ട് ഓഫ് ദ ഗിവൺ റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിനെ 3/4 പാർട്ടിൽ കളർ ചെയ്യണം. അതായിരുന്നു ആക്ടിവിറ്റി 1. ലെറ്റ്സ് ഡിവൈഡ് എന്നായിരുന്നു ആക്ടിവിറ്റി 1ൻ്റെ പേര്. ഷെയ്ഡ് ചെയ്യാനുള്ളതാണ്. എത്ര പാർട്ട് എത്രയാണെന്ന് കണ്ടെത്തുക, അതുപോലെ അത് വരയ്ക്കുകയും വേണം. അതായിരുന്നു 1ാമത്തെ ആക്ടിവിറ്റി. 2ാമത്തെ ആക്ടിവിറ്റി, ടാറിംഗ് ദ റോഡ്. ആസ് പാർട്ട് ഓഫ് ദ ആനുവൽ പ്ലാൻ 2023-2024 ഓഫ് മുതലക്കാട് ഗ്രാമപഞ്ചായത്ത് റോഡ് വാസ് ടാർഡ് ഫ്രം മൈലാടിക്കുന്ന് ജംഗ്ഷൻ ടു കുറുക്കൻപാറ. On the first day 1450 meters, second day 1370 meters and the third day 1480 meters were tarred. അപ്പോൾ മയിലാടുംകുന്ന് ജംഗ്ഷനിൽ നിന്ന് കുറുക്കൻപാറ വരെ ടാർ ചെയ്യുകയാണ്. അപ്പോൾ 1ാമത്തെ ദിവസം 1450 മീറ്റർ ടാർ ചെയ്തു. 2ാമത്തെ ദിവസം 1370 മീറ്റർ ടാർ ചെയ്തു. 3ാമത്തെ ദിവസം 1480 മീറ്റർ ടാർ ചെയ്തു. ഓൺ വിച്ച് ഡേ മോർ ടാറിംഗ് വാസ് ഡൺ? ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ ടാർ ചെയ്തത്? അതാണ് 1ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ഡിസ്റ്റൻസ് ഫ്രം മയിലാടിക്കുന്ന് ജംഗ്ഷൻ ടു കുറുക്കൻപാറ? മയിലാടിക്കുന്ന് ജംഗ്ഷൻ മുതൽ കുറുക്കൻപാറ വരെ എത്ര മീറ്റേഴ്സ് ആണെന്ന് നിങ്ങൾ ചെയ്തെന്ന് അറിയാലോ. അപ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. How many meters more was the road tarred on the third day than the second day? സെക്കൻഡ് ഡേയേക്കാളും എത്ര കൂടുതൽ 3ാമത്തെ ദിവസം ടാർ ചെയ്തു? അതാണ് C ക്വസ്റ്റ്യൻ. അപ്പോൾ ആക്ടിവിറ്റി 2, ടാറിംഗ് ദ റോഡ് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്.
നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ എഴുതി കാണും എന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ്. സബ്ട്രാക്ഷനും അഡീഷനും ഒക്കെ അറിയാവുന്നവർക്ക് ഇതിന് കറക്റ്റ് ആൻസർ നൽകിയിട്ടുണ്ടാകും. ഓക്കെ, ആക്ടിവിറ്റി 3 കലോത്സവമാണ്. The point status got by 8 districts in this year's state school കലോത്സവം is given below. സ്റ്റേറ്റ് സ്കൂൾസ് കലോത്സവത്തിൻ്റെ 8 ജില്ലകളുടെ പ്രൈസ് സ്റ്റാറ്റസ് നൽകിയിട്ടുണ്ട്, പോയിന്റ് സ്റ്റാറ്റസ് നൽകിയിട്ടുണ്ട്. ചെക്ക് ദ ലിസ്റ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. തിരുവനന്തപുരം പോയിന്റ് സ്റ്റാറ്റസ് 870 870, കൊല്ലം പോയിന്റ് സ്റ്റാറ്റസ് 912, എറണാകുളം 899, തൃശ്ശൂർ 925, മലപ്പുറം 913, കോഴിക്കോട് 949, കണ്ണൂർ 952, പാലക്കാട് 938. വിച്ച് ഡിസ്ട്രിക്ട് കെയിം ഫസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ് കലോത്സവം? ഇതിൽ ഫസ്റ്റ് ആർക്കാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഡിസ്ട്രിക്ട്സ് വിച്ച് ഗോട്ട് ദ ഫസ്റ്റ് 5 പൊസിഷൻ ഇൻ ഓർഡർ. ആദ്യത്തെ 5 പൊസിഷനിൽ നിൽക്കുന്നവർ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഇങ്ങനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതണം കേട്ടോ. ആദ്യത്തെ 5 പൊസിഷൻ കിട്ടിയവരെ എഴുതാനുള്ളതായിരുന്നു ബി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ, മേക്ക് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ഡേറ്റ ഗിവൺ ഇൻ ദ ടേബിൾ. ഇവിടെ ഒരു ഡേറ്റ നൽകിയിട്ടുണ്ടല്ലോ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുക എന്നുള്ളത്. ഇത് വെച്ചിട്ടാണ് കേട്ടോ, ഈ ഡേറ്റ വെച്ചിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു സി ക്വസ്റ്റ്യൻ. അതായിരുന്നു ആക്ടിവിറ്റി 3 കലോത്സവത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ആക്ടിവിറ്റി 4 വായനക്കൂടാരമാണ്. 8 tons of sand, 5 tons of metal and 3 tons of cement are needed to build വായനക്കൂടാരം ഇൻ കണ്ണാടിപ്പാറ UP സ്കൂൾ. കണ്ണാടിപ്പാറ UP സ്കൂളിൽ വായനക്കൂടാരം പണിയാൻ വേണ്ടി 8 ടൺ മണൽ വേണം, 5 ടൺ മെറ്റൽ വേണം, 3 ടൺ സിമൻറ്റ് വേണം. ഹൗ മെനി കിലോഗ്രാംസ് ഇൻ 1 ടൺ? 1 ടൺ എന്ന് പറഞ്ഞാൽ 1 ടൺ എത്ര കിലോഗ്രാം ആണ്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ആൻഡ് റൈറ്റ് ദ വെയ്റ്റ് ഓഫ് സിമൻറ്റ് ഇൻ ക്വിൻ്റൽസ്. ക്വിൻ്റലിൽ സിമൻറ്റിൻ്റെ വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. ഇവിടെ ടൺ നൽകിയിട്ടുണ്ട്, എന്നാൽ ആ ടണ്ണിനെ ക്വിൻ്റലാക്കി എഴുതുക. കൺവേർട്ട് ദ വെയ്റ്റ് ഓഫ് ദ മെറ്റൽ ടു കിലോഗ്രാം. മെറ്റൽ 5 ടൺസ് എന്ന് നൽകിയിട്ടുണ്ട്, ഈ 5 ടൺസിനെ കിലോഗ്രാം ആക്കി എഴുതുക. അതാണ് നാലാമത്തെ വായനക്കൂടാരം ആക്ടിവിറ്റി. ഓക്കെ, ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ച് പഠിച്ചവർക്ക് ഈ ക്വസ്റ്റ്യൻ എല്ലാം ഈസി ആയിട്ട് ആൻസർ എഴുതാൻ കഴിയാവുന്നതാണ്. അഞ്ചാമത്തെ ആക്ടിവിറ്റി സ്കോളർഷിപ്പാണ്. 25 children are writing LSS examination in ആമപ്പെട്ടി LP സ്കൂൾ. Their registered number start from 16,124. ഓക്കെ, 16,124 ആണ് അവരുടെ രജിസ്റ്റർ നമ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 25 സ്റ്റുഡൻസ് ആണ് അവിടെ നിന്ന് LSS എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളത്. റൈറ്റ് ദ രജിസ്റ്റർ നമ്പർ ഓഫ് ഫസ്റ്റ് 5 സ്റ്റുഡൻസ് ഇൻ ഓർഡർ. 16,124 കഴിഞ്ഞാൽ 16,125, അങ്ങനെ 5 നമ്പേഴ്സ് ഓർഡറിൽ എഴുതാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ രജിസ്റ്റർ നമ്പർ ഓഫ് ദ 25th സ്റ്റുഡൻറ്റ്? അങ്ങനെയാണ് എങ്കിൽ 25th സ്റ്റുഡൻറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ എന്തായിരിക്കും? ഇതിനോട് 25 കൂട്ടിയാൽ മതി. വാട്ട് വിൽ ബി ദ സീരിയൽ നമ്പർ ഓഫ് ദ സ്റ്റുഡൻറ്റ് ഹാവിംഗ് രജിസ്റ്റർ നമ്പർ 16,134? 16,134 വരുന്ന കുട്ടിയുടെ സീരിയൽ നമ്പർ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ ഏതാണ് വരിക? അതാണ് സി ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി 5 സ്കോളർഷിപ്പ് ആയിരുന്നു. ഈസി ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ആൻസർ എഴുതിയിട്ടുണ്ടാവും. ആക്ടിവിറ്റി 6 ലൈബ്രറിയാണ്. The details of the book in the school library are given in the table below. The picture of the book indicated 100 books. ഒരു ബുക്ക് എന്ന് പറയുന്നത് 100 ബുക്കിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ പിക്ചർ ഓഫ് 1 ബുക്ക് ഇൻഡിക്കേറ്റ്സ് 100 ബുക്സ്. ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ ഇവിടെ 100, 200, 300, 400, 500, 600, 700 അതുപോലെ. അപ്പോൾ ബയോഗ്രഫിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് എത്ര? സ്റ്റോറിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് എത്ര? പൊയട്രിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് എത്ര? ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് എത്ര? വിച്ച് ഐറ്റം ഹാസ് മോർ ബുക്സ്? ഇതിൽ ഏതിനാണ് കൂടുതൽ ബുക്കുള്ളത്? ബയോഗ്രഫി ആണോ, സ്റ്റോറി ആണോ, പോയട്രി ആണോ, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആണോ? വിച്ച് ആർ ദ ഐറ്റംസ് ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദ ലൈബ്രറി? ഈക്വൽ നമ്പർ ബുക്സ് ഉള്ളത് ഏതിനൊക്കെയാണ്? സ്റ്റോറിക്കും ചിൽഡ്രൻസ് ലിറ്ററേച്ചറിനും ആണോ, സ്റ്റോറിക്കും പോയട്രിക്കും ആണോ, പോയട്രിക്കും ചിൽഡ്രൻസ് ലിറ്ററേച്ചറിനും ആണോ? തുല്യ എണ്ണം ബുക്കുകളുള്ളത് ഏതൊക്കെ ഐറ്റംസിനാണ്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദ സ്കൂൾ ലൈബ്രറി?
ടോട്ടൽ നമ്പർ ബുക്സ് ആകെ എത്ര ബുക്സ് ഉണ്ട്, ബയോഗ്രഫിയും സ്റ്റോറിയും പോയട്രിയും ചിൽഡ്രൻസ് ലിറ്ററേച്ചറും കൂടി ആകെ ടോട്ടൽ എത്ര ബുക്സ് ഉണ്ടെന്ന്, ലൈബ്രറിയിൽ എത്ര ബുക്സ് ഉണ്ടെന്ന് എഴുതുക എന്നുള്ളതായിരുന്നു ഡി ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ABCD 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു ബുക്ക് 100 ബുക്കിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ശ്രദ്ധയോടെ എഴുതിയവർക്ക് ഇതിനും കറക്റ്റായിട്ട് ആൻസർ നൽകാനായിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. നിങ്ങൾക്കായിട്ട് ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് ഒരുങ്ങുന്നുണ്ട്. കിഡ്സ് ഏരിയ ഓൺലൈൻ ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കുട്ടികൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ മുതൽ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാത്ത കുട്ടികളെ മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത ഒത്തിരി കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കായിട്ട് അവരെ എളുപ്പത്തിൽ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട് കേട്ടോ. പാരൻസ് ദയവായി ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇതിൽ അഡ്മിഷൻ എടുപ്പിക്കുക. അവർ നല്ലതുപോലെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും പഠിക്കും. അതിനു പുറമെ മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് നൽകുന്നുണ്ട്. മാത്തമാറ്റിക്സിൽ ചില കുട്ടികൾ കുറച്ച് പുറകിലോട്ടാണ്. അവർക്കായിട്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസും നൽകുന്നുണ്ട്. മറ്റൊരു സന്തോഷ വാർത്ത, 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഈ സബ്ജക്ട്സിൽ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിച്ച് ഒരുക്കി 1ാം ക്ലാസ്സിലേക്ക് വിടുകയാണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ക്ലാസ് മുതൽ അവരുടെ പഠനം എളുപ്പ രീതിയിലാകും. അതിനായിട്ട് അവർക്ക് ബേസിക് ആയിട്ടുള്ള മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 3ാം ക്ലാസ്സിലെ കുട്ടികളും ഫുൾ ബാക്കിലാണ് അക്ഷരങ്ങൾ എഴുതുന്നതിലും. അതുപോലെ ബേസിക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. LKG UKG റിവിഷൻ ക്ലാസ് ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ക്രമീകരിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ അത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂൾ കാലയളവിൽ പഠിക്കുന്ന എല്ലാ ഗ്രാമറും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷ് എഴുതാനും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ കുട്ടികൾക്ക് എളുപ്പമായിരിക്കും. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഇപ്പോൾ കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. PKG LKG UKG റെഗുലർ ക്ലാസ് നടക്കുന്നു. മെയ് മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. PKG LKG UKG റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. എല്ലാവർക്കും മറുപടി നൽകുന്നതാണ്. കുറച്ച് വൈകിയാലും എല്ലാവർക്കും മറുപടി നൽകുന്നതാണ്.